കഠിനാധ്വാനത്തിലൂടെ ഏക്കർ കണക്കിന് സ്ഥലത്ത് കാർഷിക വിപ്ലവം തീർത്തിരിക്കുകയാണ് കണ്ണൂർ കീഴാറ്റൂരിലെ രജീഷ് എന്ന കർഷകൻ. 3 പതിറ്റാണ്ടോളമായി മണ്ണിനോടും കൃഷിയോടും പുലർത്തുന്ന സമർപ്പണത്തിന് ഇത്തവണത്തെ സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്രം പുരസ്കാരം ലഭിച്ചത് രജീഷിനാണ്. 16 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് രജീഷിന്റെ കഠിനാധ്വാനം വിളഞ്ഞു നിൽക്കുന്നത്. ഈ കർഷക ദിനത്തിൽ കാർഷിക മേഖലയിൽ വിപ്ലവം തീർക്കുന്ന രജീഷ് പുതിയൊരു മാതൃക കൂടിയാണ് തീർക്കുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ 16 ഏക്കറോളം ഉണ്ടാവും. ഏകദേശം നമുക്ക് കൃത്യമായിട്ടില്ല, എന്നാലും ഏകദേശം ഒരു 15-16 ആ ലെവലിൽ ഉണ്ടാകുമെന്ന് തോന്നുന്നത്. കാരണം ഇത് പല സ്ഥലത്തായിട്ട് കൃഷിയുള്ളത്, അതായത് ഇപ്പോൾ 4 ഫ്ലോട്ടായിട്ടാണ് കൃഷിയുള്ളത്. വലിയ കുന്ന്, 2 കുന്ന് മൊത്തത്തിൽ. കീഴാറ്റൂരിലെ മൊട്ടക്കുന്നിന് മുകളിലാണ് രജീഷ് കഠിനാധ്വാനത്തിലൂടെ വലിയൊരു കാർഷിക ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കൾ പല ജോലികൾ തേടിപ്പോയപ്പോൾ രജീഷ് അരയും തലയും ഉറക്കിയിറങ്ങിയത് സ്വന്തം പറമ്പിലേക്കായിരുന്നു. അന്നു മുതൽ തുടങ്ങിയ കൃഷിയോടുള്ള കൂട്ടുകെട്ടിന് 3 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ജോലി എന്നതിലുപരി കൃഷി എന്നത് രജീഷിന് ആത്മസമർപ്പണം കൂടിയാണ്. ഈ ജോലി നൽകുന്ന സമാധാനവും സന്തോഷവും മറ്റൊന്നിൽ നിന്ന് ലഭിക്കില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. കൃഷി എന്നെ സംബന്ധിച്ചിടത്തോളം നഷ്ടമൊന്നും വന്നിട്ടില്ല. കാരണം നഷ്ടമൊന്നും നമ്മൾ ഈ മേഖലയിൽ തുടരുമല്ലോ. കാരണം നമുക്ക് നമ്മളെ കാര്യങ്ങളും മോശമില്ലാത്ത രീതിയിൽ നമുക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ. പിന്നെ അതുമാത്രമല്ല, നമുക്ക് ഒരു ആവറേജ് റേറ്റ്, അതായത് നമ്മളെ ബ്രാൻഡ്, അതായത് കീഴാറ്റൂർ പച്ചക്കറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ആൾക്കാർ ചോദിച്ചു വാങ്ങുന്ന ഒരവസ്ഥയുണ്ട്. എനിക്ക് ഇത്രയും ഏക്കറുകൾ പച്ചക്കറി നട്ടിട്ടും നമ്മളെ സാധനങ്ങൾ മറ്റ് കടയിൽ എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഓർഡർ ഉണ്ട്, കൊടുക്കാൻ പറ്റുന്നില്ല. പാവലും പടവലവും വെള്ളരിയും എന്നു വേണ്ട ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള ഭൂരിഭാഗം പച്ചക്കറികളും രജീഷ് കൃഷി ചെയ്യുന്നുണ്ട്. വന്യമൃഗശല്യമാണ് ആകെയുള്ള തലവേദന. ഇപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് മുള്ളം പന്നിയുണ്ട്, അതുപോലെ തന്നെ മയിലുണ്ട്, പിന്നെ വില്ല പന്നിയുണ്ട്, അതായത് സാധാ പന്നി. പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ പക്ഷികൾ, ഈ പടവലങ്ങ പോലുള്ള പിന്നെ കായ്കളൊക്കെ ഒരു ചെറിയ ടൈമും പിന്നെ പക്ഷികൾ വന്ന് കൊത്തും. അതുപോലെ പീച്ചിങ്ങ, അതൊക്കെ ചെറിയ ടൈമിൽ കൊത്തും. അതുകൊണ്ടാണ് നമ്മൾ ഈ നെറ്റ് വെച്ചിട്ടാണ് ഇപ്പോൾ പന്തൽ ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ പിന്നെ റിബൺ വെക്കുന്നുണ്ട്, അതായത് റിഫ്ലക്റ്റഡ് റിബൺ എന്ന് പറഞ്ഞ റിബണുണ്ട്. അത് വെച്ചിട്ട് ഏകദേശം പക്ഷികളൊക്കെ മാറ്റുന്നുണ്ട്. നാടൻ പച്ചക്കറി ഇനങ്ങളെ സംരക്ഷിക്കുന്നതിലും രജീഷിന്റെ ഇടപെടൽ ശ്രദ്ധേയമാണ്. വർഷത്തിൽ 4 തവണയാണ് കൃഷി ഇറക്കുന്നത്. കൃഷിയെ നെഞ്ചോട് ചേർത്ത രജീഷിന്റെ അധ്വാനത്തിനുള്ള അംഗീകാരമായാണ് കേരള സർക്കാരിന്റെ ഹരിതമിത്രം പുരസ്കാരം തേടിയെത്തിയത്. ജനം, കണ്ണൂർ.